ദേവിയാണ് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുന്നത്. ഇപ്പോൾ അവിടെ നാട്ടിൽ തിരുമേനിയുടെ അന്ത്യയാത്രയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ താമസിക്കാതെ നഗരീവാനിക്കലും അതേ തുടർന്ന് ശവസംസ്കാരം മാവേലിക്കര സെന്റ് പോൾസ് മിഷൻസ് എന്നത് നടക്കുകയും ചെയ്തു. ഇപ്പോൾ തിരുവനായ സദസ്യമേനി ഓർത്തുകൊണ്ട് തീരുമാനിച്ചു ആചാര്യന്മാരും മഹിമേവയവാന്മാരും അഭിഷിക്തമുഖം ഇരിപ്പിക്കല്ലേ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും സമയങ്ങളിലും അടിയങ്ങൾ ജീവനോടെ ഇരിക്കുന്ന ദിവസങ്ങളിലൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ താൽക്കാലികമായി വാങ്ങിപ്പോയിരിക്കുന്ന നിന്റെ ദിവസങ്ങളുടെ ആചാര്യൻ നിന്റെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. പ്രതിപകരം ചെയ്യുവാനായി വരുമ്പോൾ വെടിപ്പോട് നിനക്ക് ആചാര്യവേല ചെയ്തിട്ടുള്ള നിന്റെ സ്നേഹന്മാരുടെയും അറിയിപ്പുകാരുടെയും കോട്ടങ്ങളിൽ ഈ പിതാവിന്റെ ഭാഗ്യമുള്ള പ്രതിഫലനോട് നൽകണമേ. അവൻ ശുശ്രൂഷിച്ചിട്ടുള്ള നിന്റെ വിശുദ്ധ കൂദാശകളുടെ കൃപനിമിത്തം പാതാളത്തിലെ അധികാരങ്ങളിൽ നിന്ന് അവനെ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. കൂദാശകൾ മൂലവനിൽ സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ആത്മീയ നൽവരങ്ങളിലും ദൈവിക ധ്യാനത്തിലും ബന്ധപ്പെടുവാനെ യോഗ്യനാക്കി തീർക്കണമേ. മനുഷ്യന്മാരോടുകൂടെ ആനന്ദിക്കുകയും സ്നേഹന്മാരോടുകൂടെ സ്തുതിക്കുകയും പുണ്യമുള്ള പട്ടക്കാരോടുകൂടെ നിന്നെ വാഴ്ത്തുകയും സ്തുതിജവാക്കപ്പെട്ട ശുശ്രൂഷക്കാരോടുകൂടെ ഇടപെടാതെ സ്തുതികൾ സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ സ്തോത്രത്തിന്റെ പ്രധാന ആചാര്യനായ ശിവശിഹ സ്വർഗീയ ആദിജാതന്മാരുടെ സഭയിൽ പ്രകാശത്തിന്റെ മക്കളോടുകൂടെ നിന്റെ മുമ്പാകെ കാണപ്പെടുമാറാകണമേ. ഇവനോടുകൂടെ നിനക്ക് വാഴ്ത്തപ്പെട്ടവരായ നിന്റെ പിതാവിനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ എന്നേക്കും കരേറ്റുമാറാകണമേ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്ന് വന്നേക്കും നാം കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. Oh
നീരായ വേദിയിലെ ബഹുമാനപ്പെട്ട കർത്താവ് സഹോദരങ്ങളെ, എല്ലാവർക്കും അറിയാവുന്നതുപോലെ മലങ്കര സഭയുടെ തേജസ്സായിരുന്ന ഒരു വലിയ ദൈവം ഈ കഴിഞ്ഞ ദിവസം ഈ ലോകത്തുനിന്ന് വേർപെട്ട് വലിയൊരു പ്രദേശത്തേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുന്ന വേളയിൽ സഭയുടെ മക്കൾ എന്ന നിലയിൽ ആ വലിയ ദേഹത്തെ ഓർക്കുവാനും നമ്മുടെ ദുഃഖം ഈ സൗത്ത് വെസ്റ്റ് ഡയസിന്റെ ഈ സൗത്ത് കോർണറിൽ വെച്ച് അറിയിക്കുന്നതിനുള്ള ഒരു ചെറിയ സംരംഭത്തിനാണ് ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഓർമ്മിച്ചതുപോലെ എം വി ജോർജ് അച്ഛന്റെയും ജോഷുവ അച്ഛന്റെയും സഭ എന്ന് അറിയപ്പെട്ടിരുന്ന കാലം നിങ്ങൾക്കെല്ലാം അറിയാം. അങ്ങനെയുള്ള ഒരു വലിയ ദേഹം മെത്രാപ്പൊലീത്തയായി ലോകത്തിനെമ്പാടും സൗരഭ്യം പരത്തുകയും പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച് ഇന്ത്യയിൽ എങ്ങാണ്ടും സഭയുടെ കീർത്തി പരത്തുവാൻ തക്കവണ്ണം ഇത്രയും കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ അദ്ദേഹം പ്രവർത്തിച്ചു. ഇപ്പോൾ ദൈവസന്നിധിയിലേക്ക് ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം പോയിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടേതായിട്ടുള്ള അനുശോചനവും ദുഃഖവും അറിയിക്കുന്നതൊക്കെ ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നു. ഈ ഇടവേളതായിട്ടുള്ള എല്ലാ അനുശോചനവും അതുപോലെ തന്നെ പ്രാർത്ഥനയും ഈ സമയത്ത് അഭിനയ പിതാവിനെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയും ചെയ്യും. For about 60 years, this man influenced all the churches in India, not only Orthodox Church, all the other churches were looking up to him for some kind of inspiration to lead a Christian life. Immediately സുഭാഷനായിട്ട് ഞാൻ അറിയും. എന്നെ പഠിപ്പിക്കുന്നതിന് 2 കൊല്ലം മുമ്പ് അമേരിക്കയിൽ പഠിച്ചതിന് ശേഷം അദ്ദേഹം തിരിച്ചു വന്ന് സെമിനാരിയിൽ പഠിപ്പിക്കുന്ന കാലത്ത് 4 കൊല്ലം ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു. Almost all great people had humble beginning. Our beloved Pastor Sirmeni was one like that. His confidence in his calling to live for the Lord made him go through the hurdles he faced in life. Sirmeni had a very strong influence in making me self-confident. His inspiration had made me
earnest in following the Lord, and his encouragement influenced me to be earnest in my studies at the seminary. He was a man of vision and commitment for the sake of the kingdom of God. Not only he just lived for it, he influenced so many to live such a life. He loved and cared for the least and the lost in the society. He fought against the injustice of the communities. We will be blessed by his intercession before the Lord for us. We all at the St. Stephen's Orthodox Church and all the other parishes in Gregorios, St. Mary's, St. Thomas in Houston, place our humble prayers before the Lord to give Tirumeni the heavenly blessings. He will never be forgotten because he made the seminary as it is now. Following him, Gregorios Tirumeni came. Among those two, our seminary became the first rate, best seminary in the country. We cannot forget that. Tirumeni was very devout in his calling, and he was very earnest in his life. And as much as all of us realize, he was a very simple man. Not any godliness, not any show, but a pious servant of the Lord. I wish and pray on your behalf and all the other actions and all the parishes here in Houston, and especially our diocese also, because our Tirumeni is not here, or wish that Tirumeni will be given the choicest places in the kingdom of heaven, so that he will be staying there and praying for all of us. May God Almighty shower his choicest blessing on him and on us. Thank you so much. വന്യവൈദികരെ, കർത്താവിൽ പ്രിയമുള്ളവരെ, 1918 ജനിച്ച് 2012 ഇഹലോക ജീവിതം അവസാനിപ്പിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നുപോയിരിക്കുന്ന വലിയ മഹാപുരോഹിതന്റെ അനുസ്മരണം നടത്തുന്നതായ ഈ സമയത്ത് ആ പിതാവിലൂടെ സഭയ്ക്കും സമൂഹത്തിനും ലഭിച്ചിട്ടുള്ള എല്ലാ നന്മകളെയും ഈ തരുണത്തിൽ ഓർക്കാം. തന്റെ ജീവിതം മുഴുവൻ സഭയ്ക്കും സമൂഹത്തിനുമായി സമർപ്പിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നുപോയിരിക്കുന്ന സ്നേഹത്തിന്റെ പ്രവാചകൻ, സാമൂഹിക നീതിയുടെ ഉദ്ഘോഷകൻ, ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമായ നിലയ്ക്ക് ദൈവം ഇടയാക്കട്ടെ. തന്റെ വിശുദ്ധന്മാരുടെ സന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവത്തെ മുഖാമുഖം കണ്ട് ആരാധിപ്പാൻ ഈ പിതാവിനെയും ഒരുക്കട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം തൻ്റെ ശ്രേഷ്ഠമായ സന്നിധിയിൽ, പിതാക്കന്മാരുടെ സന്നിധിയിൽ ഈ മഹാപുരോഹിതന് ഇടവും സ്ഥാനവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അനുസ്മരിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ തന്നെ നാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. വന്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, വളരെ ചെറിയ കൂട്ടമാണെങ്കിലും ഇന്ന് നാം കൂടിയിരിക്കുന്നത് നമ്മിൽ നിന്നും കടന്നുപോയ മലങ്കര സഭയുടെ സ്നേഹഭോഗ്യമായിരുന്ന അഭിമന്യ ഗീവർഗീസ് മാർ അസത്യോസ് മെത്രാപ്പോലീത്തായുടെ ദേഹവിയോഗത്തിൽ അനുശോചനം അറിയിക്കുന്നതിന് വേണ്ടിയാണ്. ബലഹീനനായ ഞാനും എൻ്റെ കുടുംബവും അതുപോലെ ഞാൻ സേവിച്ചു വരുന്ന സെയിൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് സാൻ അന്റോണിയോ ആൻഡ് സെൻറ്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ചർച്ച് മെക്കാലൻ ടെക്സാസ് എന്നീ ഇടവയുടെയും ഇടവാംഗങ്ങളുടെയും എല്ലാ കുടുംബങ്ങളുടെയും ഹൃദയമായിട്ടുള്ള അനുശോചനം മലങ്കര സഭയെ അറിയിക്കുന്നു. പരിശുദ്ധ ബാബാ തിരുമനസിനെയും അഭിമന്യരായ പിതാക്കന്മാരും
വന്യവൈദിക ശ്രേഷ്ഠനും വിശ്വാസികളുടെ സമൂഹത്തിനും ദൈവമായ കർത്താവ് തൻ്റെ സമാധാനം നൽകി ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. കൗൺസിൽ മെമ്പറായ ചാർലി പടനിലും ഇപ്പോൾ ഡയസിന് വേണ്ടിയിട്ട് അഭിമന്യ ഒസ്താത്യോസ് തിരുമേനിയുടെ ദേഹവിയോഗത്തിൽ ഖേദപൂർവം ദുഃഖത്തോടുകൂടി പങ്കെടുക്കുന്ന സഹോദരി സഹോദരന്മാരെ, ശ്രേഷ്ഠ പുരോഹിതന്മാരെ, നാം ഒക്കെ ഒരു വിധത്തിൽ ഭാഗ്യവാന്മാരാണ്. കാരണം വിശുദ്ധിയിൽ ജീവിച്ച ഒരു മഹാപുരോഹിതനെ നമുക്ക് നേരിൽ കാണുവാനും അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കുവാനും ആ ഭാഷണങ്ങളൊക്കെയും മനസ്സിലാക്കുവാനും സാധിച്ച മഹാഭാഗ്യത്തെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു. എന്നാൽ ഫിസിക്കലായിട്ട് നമ്മിൽ നിന്നും അകന്നു പോയിരിക്കുന്ന നമ്മുടെ വന്യപിതാവ് ഞാൻ കണ്ടതിലൊക്കെയും വളരെ ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വന്യപിതാവാണ്. അദ്ദേഹം പറയുകയുണ്ടായി, അടുത്ത കാലത്ത് ഒന്നുമില്ലാത്തവനായിട്ട് വേണം എനിക്ക് ലോകത്തുനിന്ന് പോകുവാൻ. ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ ഈ ലോകത്തിൽ നിന്നും വിട്ടുപോകുന്ന ഒരു കോടീശ്വരനായ ഒരു പിതാവിനെയാണ് ഞാൻ കാണുന്നത്. അശ്വരങ്ങളുടെ കണ്ണുനീർ തുടച്ച് അർഹിക്കുന്ന വിധത്തിൽ കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങളെ, എയ്ഡ്സ് രോഗികളായ കുഞ്ഞുങ്ങളെ എടുത്ത് അവർക്ക് ജീവൻ നൽകിയ, പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജീവൻ നൽകിയ, അനേകരുടെ കണ്ണുനീർ തുടച്ച ആ പിതാവ് തീർച്ചയായിട്ടും ഈ ലോകത്തുനിന്ന് പോകുമ്പോൾ അനുഗ്രഹങ്ങളുടെ കോടീശ്വരത്വം കൊണ്ടാണ് ദൈവസന്നിധിയിൽ നിൽക്കുന്നതെന്ന് എനിക്ക് പറയുവാൻ സാധിക്കും. അഭിമന്യ പിതാവിൻ്റെ ഇനിയുള്ള മാർഗം അദ്ദേഹത്തിൻ്റെ ബാങ്കിൽ, ഞാൻ പറയുന്ന അനുഗ്രഹങ്ങളുടെ ബാങ്കാണ്, ഫിസിക്കൽ ബാങ്കല്ല. അനേകം ക്രെഡിറ്റുകളുണ്ട്. ഈ ക്രെഡിറ്റുകളൊക്കെയും ഈ മലങ്കര സഭയ്ക്കും ഈ മലങ്കര സഭയുടെ വിശ്വാസികളായ നമുക്കും ഒരു മുതൽക്കൂട്ടായിരിക്കും. വന്യപിതാവിന് ഈ ഭദ്രാസനത്തിന്റെ പേരിലും ഭദ്രാസന സെക്രട്ടറി ഫാദർ പൈങ്കോളി അച്ഛൻ്റെയും മറ്റ് കൗൺസിൽ അംഗങ്ങളുടെയും നാമത്തിലും ഞാൻ ദുഃഖം രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിമന്യ തിരുമനസ് നാട്ടിലുണ്ട്. അദ്ദേഹം നമ്മളെയൊക്കെയും പ്രതിനിധീകരിച്ച് ഈ ശവസംസ്കാര ശുശ്രൂഷകളെല്ലാം പങ്കെടുക്കുക എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ഈ ദുഃഖത്തിന്റെയും ഖേദത്തിന്റെയും അവസരത്തിൽ വന്യപിതാവിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. നമ്മൾ മീഡിയയിൽ കൂടിയും മറ്റ് രീതിയിലും അഭിമന്യ തിരുമേനിയുടെ ജീവചരിത്രവും അഭിമന്യ തിരുമേനി നമ്മുടെ സഭയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള സേവനങ്ങളുടെ എല്ലാവരും നീണ്ട പട്ടിക നമുക്ക് കാണുകയും തിരുമേനിയെ അടുത്തറിഞ്ഞ് പല പ്രാവശ്യം നമ്മളിവിടെ അമേരിക്കയിൽ വന്ന് കാണുകയും നാട്ടിൽ വെച്ച് കാണുകയൊക്കെ ചെയ്തെന്നുള്ള പരിചയമുള്ള സുപരിചിതമായിട്ടിരിക്കുന്നതും അഭിമന്യ തിരുമേനി പഠിപ്പിച്ചുള്ള വൈദികരായിട്ടുള്ളവരുമായിട്ടുള്ളവർ ഇരിക്കുന്നതായി അനുഭവം ഈ സമയത്ത് അതിനെപ്പറ്റി ഒന്നും ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ നമ്മുടെ അഭിമന്യ തിരുമേനിയുടെ അനുശോചനത്തോടനുബന്ധിച്ച് ചിന്തിക്കുമ്പോഴേ എന്നെ സ്പർശിച്ച ഒരു കാര്യം, എൻ്റെ മകൻ ക്രിസ്റ്റഫർ അച്ഛന് നിങ്ങൾക്കറിയാമല്ലോ, ഒരു 1.5 വർഷം വളരെ സീരിയസ് ആയിട്ട് സിക്കായിട്ടിരുന്ന അവസരത്തിൽ വയറിൻ്റെ ഒരു സൈഡ് മുറിച്ച് വൻകുടല് സൈഡിൽ കൂടിയിട്ട് ബാഗ് കെട്ടിക്കൊണ്ട് ഇങ്ങനെ നടക്കുന്ന അവസരത്തിൽ 3 മാസത്തെ ടെമ്പററി ആയിട്ടാണ് ആ ബാഗ് കൊടുത്തതെങ്കിലും പക്ഷെ ഡോക്ടേഴ്സ് പല 1-2 സർജറിക്ക് ശേഷം നടന്ന ശേഷവും ഹീൽ ചെയ്യാത്തത് കൊണ്ട് അത് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് 1 വർഷം കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ചിലപ്പോൾ പെർമനന്റ് ആകുമോ എന്നുള്ള പേടിയിലിരിക്കുന്ന അവസരമാണ്. അന്ന് ശമാശമൊന്നും അല്ല, പുള്ളി വളരെ വേദനയോടുകൂടി ഡോക്ടറിനോട് ഞങ്ങളോട് പറഞ്ഞു, ഞാൻ മരിക്കട്ടെ,
ഈ ബാഗ് എൻ്റെ കയ്യിൽ എടുത്തുകൾ എനിക്കിത് ബുദ്ധിമുട്ട് ഇത്രയും നാൾ ഞാൻ നടന്നതിന് എനിക്ക് നടക്കാൻ വയ്യ എന്ന് നടക്കാൻ അത് കണ്ടപ്പോൾ ഞങ്ങൾ വളരെ വേദനയോടിരിക്കുന്ന അവസരത്തിലാണ് അഭിമുഖ തിരുമേനിയും ക്രിസ്മസ് തിരുമേനിയും കൂടി അമേരിക്കയിൽ വിസിറ്റിങ്ങിന് ഹ്യൂസ്റ്റണിൽ കൂടി വരുന്നത്. അന്ന് ദേവാലയങ്ങളും വിശുദ്ധ കുർബാന നിർമ്മിച്ചില്ല. ഹ്യൂസ്റ്റണിലുള്ള ഒരു ഫാമിലിയുടെ വീട്ടിൽ വന്ന് താമസിക്കാൻ വന്നതാണ്. തിരുമേനി അച്ഛൻ്റെ ഈ സിറ്റുവേഷൻ പറഞ്ഞുകൂടി അറിഞ്ഞിരുന്നു. ഇങ്ങനെ അതിൻ്റെ ഡോക്ടറിനോട് വഴക്കിട്ട് സർജറി ബാഗെടുത്ത് മാറ്റുമെന്ന് തന്നെ തീരുമാനിച്ചു. അതിനുവേണ്ടി സർജറിക്ക് സ്കാജുവൽ ഇരിക്കുന്നതിൻ്റെ തലേ രാത്രിയിലാണ് അഭിമുഖ തിരുമേനി ഹ്യൂസ്റ്റണിൽ വരുന്നത്. തിരുമേനി എയർപോർട്ടിൽ നിന്ന് നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് വിമാനത്തിലേക്ക് വന്നിട്ട് അച്ഛനെ വിളിച്ച് അടുത്ത് എത്തിയിട്ട് പുറത്ത് തലോടിക്കൊണ്ട് പറഞ്ഞു, മോനെ ധൈര്യമായി നീ ബുദ്ധിയോടുക, നിന്റെ ബാഗ് എടുക്കും, നിന്റെ ബാഗ് എടുത്ത് അതിന് തിരിച്ചു നോക്കേണ്ട ആവശ്യം വരത്തില്ല. ദൈവം നിന്നോട് കൂടെ ഉണ്ട്, ദൈവത്തിന്റെ ശക്തി നിന്നോട് ഉണ്ട്, ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ കൊണ്ടുവരുക. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഞാൻ ഇതെന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മറ്റു തിരുമേനിയെ പറ്റി ഒരുപാട് രീതിയിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ രോഗശാന്തികൾ പോലും കൊടുക്കുവാൻ ഉള്ള കൃപ ലഭിച്ച നമ്മുടെ ഒരു പിതാവാണ് നമ്മളിന്നും ഇന്ന് ഇവിടെ പറയുന്നു പോകുന്നത്. എനിക്ക് ഡെഫിനറ്റായിട്ട് പറയാൻ സാധിക്കും, പരിശുദ്ധ പരമത്തിനെ പോലെ കുറെ കാലം കഴിയുമ്പോൾ നമ്മുടെ സഭ അദ്ദേഹത്തെയും ഒരു പരിശുദ്ധനായി പ്രഖ്യാപിക്കുന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ ഈ പിതാവിന്റെ മധ്യസ്ഥയിൽ ജീവനോടിരുന്ന ഞങ്ങൾക്കത് അനുഭവസ്ഥമായിട്ടുണ്ടെങ്കിൽ ഇരുകാലത്തുള്ള മറ്റുള്ളവർക്കും പ്രയാസപ്പെടുന്നവർക്കും ദുഃഖിതർക്കും രോഗികൾക്കും ആശ്വാസം ഈ ലോകത്ത് നമ്മുടെ കൺമുമ്പിൽ നിന്ന് ശാരീരികമായിട്ട് മറയുന്നെങ്കിൽ തന്നെ അല്ലാതെ അശരീരിയായിട്ട് ആത്മാവായിട്ട് വന്ന് നമ്മുടെ കൂടെ നിന്ന് നമുക്ക് ആശ്വാസവും സൗഖ്യവും പകർന്നു തരുന്നുള്ള പ്രത്യാശിക്കാം. അതിനുവേണ്ടി ആ പിതാവിന്റെ മധ്യസ്ഥതയിൽ നമുക്ക് അഭയം പ്രാപിക്കുക, പിതാവിന്റെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാമെന്ന് ഞാൻ ആശംസിച്ചുകൊള്ളു. ദൈവം സ്നേഹം തന്നെയാകുന്നു. ദൈവത്തെക്കുറിച്ച് പറയുന്ന ഡെഫിനിഷൻ അതാണ്. തീർച്ചയായിട്ടും സത്വസുമേൻസിനെ കുറിച്ച് പറയുമ്പോഴും ആ ഒരു ഡെഫിനിഷൻ മാറ്റിവെക്കേണ്ടതില്ല. കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസംഗങ്ങളുടെയും സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത് സ്നേഹത്തെക്കുറിച്ചാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. അത് അവിടെ കൊണ്ട് എത്തിക്കുക ആ പ്രസംഗം മുഴുവൻ. അത് പ്രസംഗിക്കുക മാത്രമല്ല, ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു വലിയ ഒരു മനുഷ്യനാണ് ഇന്ന് നമ്മളിൽ നിന്ന് ശാരീരികമായിട്ട് മാറിയത്. തീർച്ചയായിട്ടും ആ പിതാവിൻ്റെ ശരീരം ഇന്ന് നമ്മളോടില്ലെങ്കിലും, ശരീരത്തോട് നമ്മളോടൊപ്പില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ഈ സ്നേഹത്തെ പകർന്നുകൊണ്ട് നമ്മളോടൊപ്പം ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അറിയാം, സഭയിലെ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള മറ്റുള്ള ആളുകളെ, അവശ്യ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ മറ്റുള്ളവരേക്ക് സഭയിലേക്ക് ചേർത്തിട്ടുള്ളത് സഭയിൽ പരിശുദ്ധനായ പരിമല തിരുമേനിയാണ്. തിരുമേനിയുടെ കാലത്തിന് ശേഷം പിന്നീട് സഭയിൽ കടന്നു വന്നത് പത്രോസ് മാർ സുത്താസ് തിരുമേനിയാണ്. അവരൊക്കെ ലിംഗാമിയായിട്ട് സുവിശേഷ പ്രവർത്തനങ്ങളിലും മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്യുന്ന ഒരു വലിയ തിരുമേനിയായിരുന്നു സത്യസ് തിരുമേനി. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു ദിവസം നിന്ന് പ്രസംഗിച്ചാൽ തീരാത്തപോലെ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പാടി പുകഴ്ത്തുവാനുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒന്നിരണ്ട് കാര്യങ്ങൾ മാത്രം ഓർമ്മിക്കട്ടെ. കോഴിക്കോട് പുൽപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് 60 ഏക്കറോളം സ്ഥലത്താണ് ഒരു ബാലഭവനും ഒരു ബാലിക സദനും വളരുന്നത്. വളരെ ഭംഗിയായ നിലയിൽ മാതൃകാപരമായി നടക്കുന്ന ഒരു ബാലിക സമാജമാണ്. അതോടൊപ്പം തന്നെ കുഷ്ഠരോഗികൾക്ക് വേണ്ടിയിട്ട് ആന്ധ്രാപ്രദേശത്തിൽ നടത്തിവരുന്ന യാച്ചർത്ത് കുഷ്ഠരോഗമില്ലാത്ത ആൺകുട്ടികളെ എടുത്തു വളർത്തുന്ന ഒരു ബാലകരാണ് സെന്റ് ഗ്രിഗോറിയോസ് ബാലകൻ. അതുപോലെ തന്നെ കുഷ്ഠരോഗമില്ലാത്ത പെൺകുട്ടികൾക്ക് വേണ്ടി പൂനെയിൽ ദേഹുവിൽ ഒരു സ്ഥാപനം സെന്റ് ജോർജ് ബാലകരാണ് നടത്തുന്നത്. ഇതോടൊപ്പം തന്നെ സെന്റ് പോൾസിന്റെ പേരിൽ അദ്ദേഹം പിന്നെ മധ്യപ്രദേശത്തിലും ഒറീസയിലെ ഒറീസ, ബീഹാർ, മറ്റുള്ള ഇവരുടെ UP ഇവരുടെ എല്ലാ പ്രദേശങ്ങളിലൊക്കെയും അക്രൈസ്തവരുടെ ഇടയിൽ, പാവങ്ങളുടെ ഇടയിൽ അവരെ കുഞ്ഞുങ്ങൾ അക്ഷരാഭ്യാസം ഇല്ലാത്തവരെ അക്ഷരം പഠിപ്പിക്കുന്ന ബാലവാടികൾ സ്ഥാപിച്ച ഒരുപാട് സ്ഥാപനങ്ങൾ അദ്ദേഹം നടത്തി വരുന്നുണ്ട്. ഇതിനൊക്കെയും പുറമെയായിട്ട് എയ്ഡ്സ് രോഗികൾക്ക് വേണ്ടിയിട്ട് ആദ്യം എയ്ഡ്സ് രോഗികളുടെ രോഗമില്ലാത്ത കുട്ടികളെ അദ്ദേഹം ഏറ്റെടുത്തു. ബാംഗ്ലൂരിൽ സ്ഥാപനം സെന്റ് ഗ്രിഗോറിയോസിന്റെ നാമത്തിൽ ഒരുപാട് ദയാഭാവത്തിൽ
അപ്പോഴാണ് അദ്ദേഹത്തിന് വലിയ ചിന്ത വന്നു, കർത്താവേ, ഈ കുഞ്ഞുങ്ങളിങ്ങനെയാണെങ്കിലും അവർക്ക് ജന്മം കൊടുത്ത മാതാപിതാക്കളെ ലോകത്തിന് വേണ്ട, എയ്ഡ്സ് രോഗികളെ ആർക്കും വേണ്ട, അവരെ ശുശ്രൂഷിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടാകുന്ന അദ്ദേഹം ആഗ്രഹിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ട്രെയിനിങ് നടത്തിയിട്ടുള്ള ആളുകൾ തന്നെ മുൻപോട്ട് വന്ന് പറഞ്ഞ്, തിരുമേനി ഞങ്ങൾ തന്നെ മുൻപോട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ തിരുമേനിയുടെ ശിഷ്യന്മാരായിട്ടുള്ള അച്ഛന്മാരും പ്രദേശമൊക്കെ മുൻപോട്ട് വരികയും എയ്ഡ്സ് രോഗികളെ ശുശ്രൂഷിക്കുന്ന ഒരു സ്ഥാപനവും അവിടെ ഉണ്ടാക്കാൻ സാധിച്ചു. ഒരു പാലിയേറ്റീവ് കെയർ സെന്റർ നടന്നു വരുന്നുണ്ട്, ഭംഗിയായി നടന്നു വരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ എയ്ഡ്സ് രോഗമുള്ള കുഞ്ഞുങ്ങളെയും അവിടെ എടുത്തു വന്നു. ഇങ്ങനെ വിവിധ തരത്തിൽ ഏതെല്ലാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രശ്നങ്ങളിൽ കടന്നു ചെല്ലുവാൻ തക്കവണ്ണം മനുഷ്യൻ അറച്ചു നിൽക്കുന്ന ഭാഗത്തേക്ക് കടന്നു ചെല്ലുന്നത് ദൈവത്തിന്റെ സ്നേഹത്തെ കാണിച്ചു കൊടുക്കാൻ തക്കവണ്ണം കഴിഞ്ഞ ഒരു വലിയ പിതാവാണ് ഇന്നവിടെ പോയിരിക്കുന്നത്. നമ്മുടെ പറഞ്ഞതുപോലെ പരിമലത്തിരുമേനിയെ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ കബർ അടക്കിയിരിക്കുന്ന ആ ഭാഗത്ത് അവിടെ ഒരു വലിയൊരു നിധി വെച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം മറ്റു പലരോട് പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം വളരെ കാലങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മളവിടെ വലിയൊരു നിധിയായിട്ട് ഇതുമാത്രം ആളുകളാണ് അവിടെ വന്ന് സമാധാനം പ്രാപിച്ചു പോവുകയും അവർ നേർച്ചകൾ കൊണ്ടിട്ട് വലിയ നിധിയായിട്ട് അവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും വിശ്വാസത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ്. അദ്ദേഹം ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ മറ്റുള്ളവരെ കണ്ണുനീരൊപ്പുവാൻ വേണ്ടിയിട്ട് സ്നേഹത്തിന്റെ ആ വാക്കുകളല്ല, സ്നേഹപ്രകടനത്തോട് കടന്നു വരികയും ലോകത്തെ സ്നേഹിക്കുകയും ചെയ്ത് ഇന്ന് അദ്ദേഹത്തിന്റെ കബറിടവും ഇതുപോലെ ലോകത്തിന് മുഴുവനും സ്നേഹവും സമാധാനവും നൽകുന്ന ഒരു കബറിടമായി മാറുമ്പോൾ യാതൊരു സംശയമില്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുശോചനം ഞാൻ ഈ സമയം